കോഴിക്കോട് താമരശ്ശേരിയിൽ കട്ടിപ്പാറയിലെ അറവ് മാലിന്യ പ്ലാന്റ് ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടി. താമരശ്ശേരി വാവാട് സ്വദേശി ഷഫീഖാണ് പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുന്നു. ചേതൻ, ഇന്നലെ അടക്കം രണ്ടുപേരെ പിടികൂടിയിരുന്നു. ഇപ്പോഴിതാ ഇന്ന് വീണ്ടും ഒരാളെ കൂടി പിടികൂടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ? സ്വദേശിയായ ഷഫീഖിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. താമരശ്ശേരി നഗരത്തിലൂടെ കാറിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഷഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതോടെ ഈ കേസിൽ 6 പേരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ഈ താമരശ്ശേരി അതുപോലെ തന്നെ കൂടത്തായി മലപ്പുറം സ്വദേശികളായ 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും ആരോപിക്കുന്നത് ഇതൊരു പ്രാദേശിക സമരമാണ്. ഇതിൽ സമീപ ജില്ലയിൽ നടക്കം ആളുകൾ എത്തിയത് പോലീസ് ഗുരുതരമായി പരിശോധിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇന്നലെ എടപ്പാളിൽ വെച്ച് മലപ്പുറം സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതെങ്ങനെ ഒരു കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഇത്തരത്തിൽ സമീപ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ അക്രമ പരമ്പരയിൽ പങ്കെടുക്കാൻ എത്തിയത് എന്ന കാര്യങ്ങൾ അടക്കമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവി അടക്കം 21 പോലീസുകാർക്കും അതുപോലെ തന്നെ സമരത്തിൽ പങ്കെടുത്ത 28 പേർക്കുമാണ് പരിക്കേൽക്കുന്നത്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പ്രധാനമായും പുരോഗമിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മാസം ബുധനാഴ്ച, അതായത് ഈ മാസം 29-ാം തീയതി ഈ സർവകക്ഷി യോഗം കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിന്റെ മുന്നോടിയായി ശുചിത്വ മിഷനും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥരോട് അറവ് മാലിന്യ കേന്ദ്രം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഊർജിത അന്വേഷണം തന്നെയാണ് ഈ വിഷയം. തീർച്ചയായും കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവ് മാലിന്യ പ്ലാന്റ് ആക്രമിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. ഇതടക്കം ഇപ്പോൾ 6 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളെല്ലാം സമഗ്രമായി ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്കും ഇങ്ങനെ പ്രതികളെ പിടിക്കുന്ന രീതിയിലേക്കും പോലീസ് നീങ്ങിയിരിക്കുന്നത്. ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്.